കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഒരു ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യാം? എന്തൊക്കെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് കോഴിക്കോട് ഉള്ളത്? ഞാനുള്ളത് ഇപ്പൊ ചാലിയത്താണ് കേട്ടോ. ചാലിയത്ത് മുഖച്ചായ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. ഇവിടെ വരികയാണെങ്കിൽ തന്നെ ഇന്റർലോക്ക് ചെയ്തൊരു ഏരിയ ഉണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ഷോപ്സ് വരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കാണുന്ന ഓരോന്നും കടകളും അതേപോലെ തന്നെ റെസ്റ്റിംഗ് ഏരിയ ആണ്. വൈകുന്നേരമായി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കടൽ നോക്കിയിരിക്കാം. പിന്നെ കണ്ടെയ്നർ ടോയ്ലറ്റ് ഒക്കെ ഉണ്ട്. കടലിനുള്ളിലേക്ക് മൊത്തത്തിൽ അങ്ങോട്ട് ലൈറ്റ്സ് ആണ്. കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവിലേക്ക് ബോട്ട് യാത്ര പോവാം. നാച്ചുറലായിട്ട് കണ്ടൽക്കാടുകളുടെ ഉള്ളിൽ കൂടെ ഒരു യാത്ര എന്തായാലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. അതേപോലെ കടലുണ്ടി കടവിന്റെ സൈഡിൽ കൂടെ അങ്ങോട്ട് നടക്കാം. പിന്നീട് നമുക്ക് നേരെ ബേപ്പൂർ ബീച്ചിലേക്ക് പോവാം. ബീച്ചൊക്കെ ഇപ്പൊ ഒരു ഇന്റർനാഷണൽ ലെവലാണ് കേട്ടോ. ഫ്ലോറിംഗ് ഒക്കെ ചെയ്ത് ലുക്ക് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ജങ്കാറും ബോട്ടിങ്ങും ഹൗസ് ബോട്ടൊക്കെ ഇട്ട് പിന്നെ വാട്ടർ ഫെസ്റ്റും നടക്കാറുണ്ട്. ബേപ്പൂരിൽ തന്നെ ഉരു മേക്കിംഗ് കാണാൻ പറ്റും. കുറെ കാര്യങ്ങൾ പഠിച്ചെടുക്കാം. പിന്നീട് മരങ്ങൾ തിങ്ങി നിറഞ്ഞിട്ടുള്ള ഗോദീശ്വരം ബീച്ചിലേക്ക് പോവാം. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്പോട്ടാണ്. ചാലിയത്ത് തന്നെ മാലിക് ദിനാർ മസ്ജിദ് ഉണ്ട്. കുറെ കാലം പഴക്കമുള്ള ചരിത്രം ഓർക്കുന്ന ഒരു സ്ഥലം. ഇനി മൊത്തത്തിലൊന്ന് കറങ്ങിക്കഴിഞ്ഞാൽ